ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സോഷ്യോ ക്ലാരിറ്റിയുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി മെയിൻ പേപ്പറായ തേർഡ് സെമ്മിന്റെ ഇവല്യൂഷൻ ഓഫ് ഏർലി ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആ എവല്യൂഷൻ ഓഫ് ഏർലി ഇന്ത്യൻ കൾച്ചറിന്റെ മൂന്നാമത്തെ മൊഡ്യൂളായ വേദ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി മെയിൻ പേപ്പറായ എവല്യൂഷൻ ഓഫ് ഏർലി ഇന്ത്യൻ കൾച്ചറിന്റെ മൂന്നാമത്തെ മൊഡ്യൂള്, അതിനകത്ത് വേദകാല സാഹിത്യത്തെക്കുറിച്ചും വേദ രചിച്ച ആര്യന്മാരെ കുറിച്ചും ആ ആര്യന്മാരുടെ കാലഘട്ടത്തെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ സാമൂഹിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വേദകാലം അല്ലെങ്കിൽ ആര്യന്മാരുടെ കാലഘട്ടം. സുപ്രധാനമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം. അപ്പം ആര്യന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേദ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം അല്ലെങ്കിൽ വിവരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് വേദങ്ങൾ തന്നെയാണ്. ഏകദേശം ആര്യന്മാരുടെ കാലഘട്ടം അല്ലെങ്കിൽ വേദ കാലഘട്ടം ഇന്ത്യയിൽ ഏകദേശം ഒരു 1000 വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പൊ ആ 1000 വർഷത്തോളം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ചരിത്രത്തിൽ വളരെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു വേദ കാലഘട്ടം. അപ്പൊ ആര്യന്മാരുടെ ഉത്ഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ആര്യന്മാര് എവിടെ നിന്നാണ് വന്നത്, അവരുടെ ഉത്ഭവ സ്ഥാനം എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ആര്യന്മാർ എവിടെ നിന്നാണ് വന്നത്, അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒറിജിൻ എവിടെ നിന്നാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ നിലവിലുണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം ഈ ആര്യന്മാരുടെ കാലഘട്ടം അല്ലെങ്കിൽ വേദ കാലഘട്ടം ഇന്ത്യയിൽ ഏകദേശം ഒരു 1000 വർഷത്തോളം നിലനിന്നിരുന്നു. ആ 1000 വർഷത്തോളം ഇന്ത്യ എസ്പെഷ്യലി ഉത്തരേന്ത്യയിൽ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ക്രമേണ അവിടെ നിന്ന് അത് ദക്ഷിണേന്ത്യയിലേക്കും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേദകാലഘട്ടത്തിലെ ആര്യന്മാരുടെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് വേറെ എവിടെ നിന്നും തന്നെയല്ല, വേദകാല സാഹിത്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിൽ നിന്നാണ് നമുക്ക് ആര്യന്മാരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഈ ആര്യന്മാരെ കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ അടങ്ങിയ വേദ സാഹിത്യം അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചർ, ഈ വേദ സാഹിത്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ വേദകാലഘട്ടത്തെ അല്ലെങ്കിൽ ആര്യന്മാരുടെ ചരിത്രത്തെ അനാവരണം ചെയ്തിരിക്കുന്ന വേദകാല സാഹിത്യത്തില് ആര്യന്മാരുടെ ഒരു അറിവിന്റെയൊക്കെ ക്രോഡീകരണമാണ്, ആര്യന്മാരുടെ അറിവുകളുടെ ക്രോഡീകരണമാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വേദ അല്ലെങ്കിൽ വേദ സാഹിത്യങ്ങൾ എന്ന് പറയുന്നത്, വേദിക് ലിറ്ററേച്ചറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ നോക്കിയാൽ വേദസാഹിത്യം എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ അറിവുകളുടെ ക്രോഡീകരണമാണ് വേദസാഹിത്യം എന്ന് പറയുന്നത്. ആ വേദസാഹിത്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, ആ പൗരുഷേയങ്ങൾ അല്ലെങ്കിൽ അമാനുഷികമായത് അല്ലെങ്കിൽ നിത്യ അല്ലെങ്കിൽ അനന്തമായത് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ വേദസാഹിത്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ശ്രുതി ഗ്രന്ഥങ്ങളും 2 സ്മൃതി ഗ്രന്ഥങ്ങളുമാണ്. അപ്പം ഈ വേദസാഹിത്യം ഞാൻ ഒന്നും കൂടെ പറയുന്നു, ആര്യന്മാരെ കുറിച്ച് അറിവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് വേദസാഹിത്യങ്ങളാണ്. ഇന്ത്യയിലെ ആര്യന്മാരുടെ ചരിത്രത്തെ അനാവരണം ചെയ്യാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തില് ആര്യന്മാരുടെ ആ ഒരു റോളിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന അനാവരണം ചെയ്യപ്പെടുന്ന ഏറ്റവും ബൃഹത്തായിരിക്കുന്ന ഒരു സോഴ്സും എന്ന് പറയുന്നത് തന്നെ ഈ ഋഗ്വേദ സംഹിത തന്നെയാണ്. ഈ പറയുന്ന വേദസംഹിത തന്നെയാണ്. ആ വേദസംഹിതകളിലാണ് ഋഗ്വേദങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആര്യന്മാരുടെ അറിവുകളുടെ ഒരു ക്രോഡീകരണമായിരുന്നു വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദസാഹിത്യം. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആ പൗരുഷേയങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അമാനുഷികമായത്, നിത്യ അല്ലെങ്കിൽ അനന്തമായത് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് നോക്കിയാൽ ഈ വേദസാഹിത്യത്തെ 2 ഉപവിഭാഗങ്ങളുണ്ട്.
ശ്രുതി ഗ്രന്ഥാസും സ്മൃതി ഗ്രന്ഥാസും. ഇതിൽ ശ്രുതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതായത് മാനുഷികമായിട്ടല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന ദൈവങ്ങൾ മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്, ഈ ഒരു തരത്തിൽ യാഗങ്ങൾ നടത്തുന്ന മുനിമാർക്ക് പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന ശ്രുതി ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സ്മൃതി ഗ്രന്ഥം. എന്താ അപ്പൊ സ്മൃതി ഗ്രന്ഥം? സ്മൃതി ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രചിച്ചെടുത്ത മന്ത്രങ്ങൾ അടങ്ങിയ, അല്ലെങ്കിൽ അവൻ മനുഷ്യൻ തന്നെ എഴുതിയ മന്ത്രങ്ങൾ അടങ്ങിയ ഒരു ശേഖരമാണ് ശ്രുതി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത്. പക്ഷേ സ്മൃതി ഗ്രന്ഥങ്ങളിൽ അങ്ങനെയല്ല. ശ്രുതി ഗ്രന്ഥങ്ങളിൽ അങ്ങനെയല്ല. ശ്രുതി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് ദൈവങ്ങൾ മുനിമാർക്ക് പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ അടങ്ങിയ ഭാഗമാണ് ശ്രുതി ഗ്രന്ഥങ്ങൾ. എന്നാൽ സ്മൃതി ഗ്രന്ഥങ്ങളോ? സ്മൃതി ഗ്രന്ഥങ്ങൾ മനുഷ്യൻ തന്നെ രചിച്ചെടുത്ത അവൻ രചിച്ച മന്ത്രങ്ങൾ അടങ്ങിയതാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വേദ സംസ്കാരത്തിന്, വേദിക് ലിറ്ററേച്ചറിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ശ്രുതി ഗ്രന്ഥങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും ഓർത്തിരിക്കുക. പിന്നീട് വേദസംഹിതകളായ ഋഗ്വേദ സംഹിത, സാമവേദ സംഹിത, യജുർവേദ സംഹിത, അഥർവവേദ സംഹിതകളും അതോടൊപ്പം തന്നെ ബൃഹത്തായ ഗദ്യകൃതികളായിരിക്കുന്ന ബ്രാഹ്മണങ്ങളും തത്വസംഹിതകളായ ഉപനിഷത്തുകളും വേദാംഗങ്ങളും അതോടൊപ്പം തന്നെ വേദാംശങ്ങളും വേദാംഗങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും എല്ലാം അടങ്ങുന്ന ധർമ്മശാസ്ത്രങ്ങളും എല്ലാം അടങ്ങുന്നതാണ് നമുക്ക് ഈ വേദ കാലസാഹിത്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം തത്വസംഹിതകൾ ഇതെല്ലാം ഉണ്ട് വേദിക് ലിറ്ററേച്ചറിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേദസംഹിതകളാണ്. വേദസംഹിതാസ്, ഏറ്റവും പ്രധാനപ്പെട്ട 4 വേദങ്ങളുണ്ട് അല്ലെ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്ന 4 വേദസംഹിതകൾ. ഗദ്യകൃതികളായ ബ്രാഹ്മണങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പരാമർശിക്കപ്പെടുന്ന തത്വശാസ്ത്രപരമായിരിക്കുന്ന ഉപനിഷത്തുകൾ, അതോടൊപ്പം തന്നെ ആരണ്യകങ്ങള്, വേദാംഗങ്ങള്, ധർമ്മശാസ്ത്രങ്ങള്, ഇതെല്ലാം അടങ്ങിയതാണ് വേദകാല സാഹിത്യം അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. ഇതിൽ വേദസാഹിത്യത്തിൽ ഒന്നാമത്തതാണ് ഋഗ്വേദ സംഹിത. വേദങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാമുഖ്യമേറിയത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത്, വേദങ്ങളുടെ വേദം എന്ന് നമുക്ക് പറയുന്ന ഋഗ്വേദം. ഈ ഋഗ്വേദത്തില് ആര്യന്മാരുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് വളരെയധികം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഋഗ്വേദം. ഏകദേശം 10 മണ്ഡലങ്ങളിലായി 1028 സൂക്തങ്ങൾ അടങ്ങിയ ഒരു ബൃഹത് ഗ്രന്ഥം തന്നെയാണ് ഋഗ്വേദം. അതുകൊണ്ട് തന്നെ ആര്യന്മാരുടെ ചരിത്രം അനാവരണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദസംഹിത ഋഗ്വേദമാണ്. വേദങ്ങളിൽ വെച്ച് വേദമാണ്. വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണ്. ഏറ്റവും ബൃഹത്തായ വേദമാണ് ഋഗ്വേദം. ഏകദേശം 10 മണ്ഡലങ്ങളിലായി 1028 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൃഹത്തായ ഗ്രന്ഥത്തില് ദേവന്മാരെ പ്രകീർത്തിക്കുന്ന ഗീതകങ്ങൾ അല്ലെങ്കിൽ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരുപാട് കൃതികൾ അല്ലെങ്കിൽ ഗീതകങ്ങൾ, പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ തന്നെയും ആര്യന്മാരെ കുറിച്ചും അവിടുത്തെ രീതികളെ കുറിച്ചുമൊക്കെ വളരെയധികം അനാവരണം ചെയ്തിട്ടുണ്ട് ഈ ഋഗ്വേദത്തില്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദങ്ങളാണ്, ആര്യന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഋഗ്വേദങ്ങൾ എന്ന് നമുക്ക് പറയപ്പെടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, പുരുഷ സൂക്ത ഗീതക. ഈ പുരുഷ സൂക്ത ഗീതക, അതായത് 10ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരുഷ സൂക്ത ഗീതകയ്ക്കകത്ത് ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ ഈ ചാതുർവർണ്ണ സമ്പ്രദായത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചുമൊക്കെ ഈ പറയുന്ന പുരുഷ സൂക്ത ഗീതകയിൽ പരാമർശിക്കപ്പെടുന്നുണ്ടോ. അത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളു. അതോടൊപ്പം തന്നെ ആര്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഋഗ്വേദ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ദശരാജ യുദ്ധം, ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ്
എന്നറിയപ്പെടുന്ന ദശരാജ യുദ്ധത്തെ കുറിച്ചും ഈ പറഞ്ഞിരിക്കുന്ന ഋഗ്വേദത്തിന്റെ 7-ാമത്തെ അധ്യായമായ ആ 7-ാമത്തെ അധ്യായത്തിൽ 3 ശ്ലോകങ്ങളിലായിട്ട് ഈ ബാറ്റിൽ ഓഫ് 10 കിങ്സിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്നും നമ്മൾ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചൊല്ലുന്ന ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വഹ തത്സവിദൂർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്ന ആ ഗായത്രി മന്ത്രം ഈ ഋഗ്വേദ സംഹിതയിലാണ് പരാമർശിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഋഗ്വേദങ്ങള് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച് അതിൽ പരാമർശിക്കുമ്പോൾ ഋഗ്വേദം കൂടുതൽ കാവ്യാത്മകവും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ കുറിച്ച് പറയുമ്പോൾ അത് ഋഗ്വേദം കൂടുതൽ പ്രതീകാത്മകവും അതോടൊപ്പം തന്നെ അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ ഋഗ്വേദം കൂടുതൽ ചരിത്രപരമാകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഋഗ്വേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർത്തിരിക്കേണ്ട വസ്തുത 1028 ശ്ലോകങ്ങളുണ്ട്. 10 മണ്ഡലങ്ങളായിട്ടാണ് അത് വിഭജിച്ചിരിക്കുന്നത്. വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണ്, ഒരു ബൃഹത് ഗ്രന്ഥമാണ്. ഈ ബൃഹത് ഗ്രന്ഥങ്ങളിൽ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗീതകങ്ങൾക്ക് പുറമെ ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കപ്പെടുന്നുണ്ട്. ആര്യന്മാരുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേദ കാലഘട്ടത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഒരു പദ്യകൃതി, നമുക്ക് ഗദ്യകൃതി എന്ന് പറയാൻ പറ്റത്തില്ല, പദ്യകൃതിയാണ് ഏതെന്ന് പറയുന്നത് ഋഗ്വേദ സംഹിത എന്ന് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും ഞാൻ പറഞ്ഞിരിക്കുന്നു ദശരാജ യുദ്ധത്തെ കുറിച്ചുണ്ട്. അതോടൊപ്പം തന്നെ ഋഗ്വേദ സംഹിത ഇതിലെ 10-ാമത്തെ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്ന പുരുഷ സൂക്ത ഗീതക ചാതുർവർണ്ണീയ സംവിധാനത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഋഗ്വേദ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരിക്കുന്ന ബാറ്റിൽ ഓഫ് 10 കിങ്സ്, ദശരാജ യുദ്ധം എന്നിവയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ഹിന്ദു ക്ഷേത്രങ്ങളിൽ വളരെ ഭക്തിപൂർവം ആലപിക്കുന്ന ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഋഗ്വേദം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് അത് പറയുമ്പോൾ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച് അത് പറയുമ്പോൾ വളരെ കാവ്യാത്മകമായും, പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ കുറിച്ച് പറയുമ്പോൾ ഋഗ്വേദം കൂടുതൽ പ്രതീകാത്മകമായും, ചരിത്രപരമായ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ചരിത്രപരമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി 2-ാമത്തെ വേദ സംഹിതയാണ് സാമവേദം എന്ന് പറയുന്നത്. സാമവേദത്തെ ജപഗ്രന്ഥം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. സാമൻ എന്ന വാക്കിൽ നിന്നാണ് സാമ എന്ന വാക്കിന്റെ ഉത്ഭവം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം, സാമ എന്ന വാക്ക് സാമൻ എന്ന മൂലരൂപത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സാമൻ എന്ന വാക്കിന്റെ അർത്ഥം മധുരമായ ഗീതം എന്നാണ്, അല്ലെങ്കിൽ മധുര സംഗീതം എന്നാണ് നമുക്ക് അതിനെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമവേദം എന്ന് പറയുന്നത് മധുരോധാരമായിരിക്കുന്ന മന്ത്രങ്ങൾ അടങ്ങിയ, പ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സാമവേദം. ഈ സാമവേദം അല്ലെങ്കിൽ സാമയാഗങ്ങൾ നടത്തുമ്പോൾ ആലപിക്കുന്ന ഗീതകങ്ങൾ അടങ്ങിയ, സാമഗീതകങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് നമുക്ക് സാമവേദം എന്ന് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സാമവേദങ്ങൾ, ഋഗ്വേദം ആലപിക്കുന്ന അല്ലെങ്കിൽ ഋഗ്വേദ ഗീതകങ്ങൾ ആലപിക്കുന്ന മുനിമാരെ നമ്മൾ ഹോത്രി മുനിമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ സാമവേദത്തിന്റെ ഗീതകങ്ങൾ ചൊല്ലുന്ന മുനിമാരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഉദ്ഗോത്രി മുനിമാർ എന്നാണ് വിളിക്കുന്നത്. കേട്ടോ, ഓർത്തിരുന്നോണം, ഉദ്ഗോത്രി മുനിമാർ എന്നാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ സാമൻ എന്ന വാക്കിന്റെ അർത്ഥം മധുരമായ സംഗീതം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സാമവേദം എങ്ങനെ അറിയപ്പെടുന്നത്? മധുരോദാരമായ ഭാവഗീതകങ്ങളുടെ ഒരു യോജനമാണ്, സംയോജനമാണ് എന്നെന്ന് പറയപ്പെടുന്നത് സാമവേദം എന്ന് പറയപ്പെടുന്നത്. ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രധാനമായിട്ടുള്ള ഒരു വേദസംഹിതയല്ല സാമവേദം. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദസംഹിതയാണ്. ഏകദേശം സാമവേദത്തില് 1549 ഗീതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1549 ഗീതകങ്ങൾ അടങ്ങിയതാണ് സാമവേദം എന്ന് പറയുന്നത്. അപ്പോൾ 1028 ശ്ലോകങ്ങളാണ് എവിടെയുള്ളത്? ഋഗ്വേദത്തിലുള്ളത്. സാമവേദത്തിലോ 1549 ഗീതകങ്ങൾ.
1549 ഗീതകങ്ങളുണ്ട്. അപ്പം സാമവേദമാണ് രണ്ടാമത്തത്. ഈ സാമവേദത്തിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? സാമവേദം എന്ന് പറയുന്ന വാക്കിന്റെ ഉത്ഭവം സാമ എന്ന വാക്കിന്റെ ഉത്ഭവം സാമൻ എന്ന മൂലരൂപത്തിൽ നിന്നാണ്. മധുരോദാരമായ അല്ലെങ്കിൽ മധുരമായ ഗീതകം, സംഗീതം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മധുരോദാരമായ ഭാവഗീതകങ്ങളുടെ ഒരു ശേഖരമാണ് സാമവേദം എന്ന് പറയുന്നത്. സാമയാഗങ്ങൾ നടത്തുന്ന വേളയിൽ ജപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സാമവേദം രചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഋഗ്വേദ ഗീതകങ്ങൾ ആലപിക്കുന്ന മുനിമാരെ ഹോത്രി മുനിമാർ എന്ന് പറയുമ്പോൾ, സാമവേദ ഗീതകങ്ങൾ ജപിക്കുന്ന മുനിമാരെ ഉദ്ഗോത്രി മുനിമാർ എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ വേദമാണ് യജുർവേദം എന്ന് പറയുന്നത്. യജുർവേദങ്ങൾ എന്ന് പറയുമ്പോൾ യജ്ഞങ്ങൾ നടത്തുന്ന വേളയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു വേദമാണ്. ഋഗ്വേദത്തിൽ നിന്നും സാമവേദത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന യജുർവേദം പ്രാർത്ഥനകൾ ആണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 40 അധ്യായങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 40 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന യജുർവേദത്തില് ഈ യജ്ഞങ്ങൾ നടത്തുമ്പോൾ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എല്ലാം വളരെയധികം പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന യജുർവേദം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥം യജ്ഞങ്ങളിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും നടപടികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളെക്കുറിച്ചും എല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യജുർവേദത്തില് ആര്യന്മാരുടെ സമൂഹത്തിന് വളരെ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥത്തിൽ 40 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ യജുർവേദ ഗീതകങ്ങൾ ചൊല്ലുന്ന മുനിമാരെയാണ് നമ്മൾ അധവാര്യു മുനിമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അഥർവവേദ സംഹിത, 4ാമത്തെ വേദമാണ് അഥർവവേദ സംഹിത. ഇതിനെ ബ്രഹ്മവേദം എന്നും പറയപ്പെടാറുണ്ട്. അതായത് ഈ അടുത്ത കാലം വരെ വളരെ അപ്രസക്തമായ വേദം എന്ന് കരുതിയിരുന്ന ഒരു വേദമാണ് ഈ അഥർവവേദം. എന്നാൽ ഈ സമയത്ത് ആ സ്ഥിതിഗതികളൊക്കെ മാറുകയും വളരെയധികം പ്രാധാന്യമുള്ള ഒരു വേദമാണ് അഥർവവേദം എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് വളരെ അപ്രധാനമായി എന്ന് തോന്നുന്ന ഒരു വേദമായിരുന്നു അഥർവവേദം. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചരിത്രകാരന്മാർ വളരെയധികം ഇമ്പോർട്ടൻസ്, വളരെ പ്രാധാന്യമേറിയ ഒരു ഗ്രന്ഥം എന്ന നിലയിൽ അഥർവവേദത്തെ കാണുന്നുണ്ട്. അപ്പൊ അഥർവവേദം ഈ മന്ത്ര മുറകളെ പറ്റി പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. എസ്പെഷ്യലി ഇതിലെ മന്ത്രങ്ങൾ ഈ പൈശാചിക ശക്തികളെയും ആത്മാക്കളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന അഥർവവേദം. ഏകദേശം അതിനകത്ത് 20 ബുക്കുകളിലായി 733 ശ്ലോകങ്ങളുണ്ട്. ആ 733 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഋഗ്വേദം. 731 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ചില ശ്ലോകങ്ങള് ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടിട്ടുള്ള ഒന്നാണ്. ഈ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടിട്ടുള്ള ഒന്നാണ് ഇതിലെ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. ചില ശ്ലോകങ്ങൾക്ക് ഋഗ്വേദങ്ങളെക്കാൾ പഴക്കമുണ്ട്. അഥർവവേദത്തിലെ ചില ശ്ലോകങ്ങൾക്ക് ഋഗ്വേദത്തെക്കാൾ പഴക്കമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ അഥർവവേദത്തിലെ ചില പുരാതന വൈദ്യശാസ്ത്രത്തെ പറ്റിയും അതോടൊപ്പം തന്നെ ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ അഥർവവേദത്തിൽ കാണാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളായ ക്ഷയരോഗത്തിലും കുഷ്ഠരോഗത്തെ പറ്റിയും അവയ്ക്കുള്ള ചികിത്സാ രീതികളെ പറ്റിയും എല്ലാം നമുക്ക് ഈ അഥർവവേദത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 4 വേദ സംഹിതകൾ. ഋഗ്വേദ സംഹിത, സാമവേദ സംഹിത, യജുർവേദ സംഹിത, അഥർവവേദ സംഹിത. ഏകദേശം 1028 ശ്ലോകങ്ങളുള്ള 10 ബുക്കുകളിലായിട്ട് മണ്ഡലങ്ങളായിട്ടുള്ള ഒന്നാണ് ഋഗ്വേദം. വേദങ്ങളിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ വേദമാണെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്താണ് സാമവേദം. സാമവേദം എന്ന് പറയുന്നത് അത് മധുര ഗീതങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അടങ്ങിയ മധുരോദാരമായ ഭാവഗീതകങ്ങളുടെ ഒരു സംയോജനമാണ് സാമവേദം എന്ന് പറയുന്നത്. സാമൻ എന്ന വാക്കിൽ നിന്നാണ് സാമ എന്ന വാക്ക് ഉണ്ടായതെന്ന് ഓർത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഇത് സാമയാഗങ്ങൾ നടത്തുമ്പോൾ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ചൊല്ലുന്ന മുനിമാരെയാണ് നമ്മൾ ഉദ്ഗോത്രി മുനിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മൾ
ഹോത്രി മുനിമാരിൽ നിന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായി ഉദ്ഗോത്രി മുനിമാർ എന്നതിനെ വിശേഷിപ്പിക്കപ്പെടുന്നതെന്നും നമ്മൾ ഓർത്തിരിക്കണം. അടുത്തത് യജുർവേദമാണ്. യജുർവേദം എന്ന് പറയുന്നത് യജ്ഞങ്ങൾ നടത്തുന്ന സമയത്ത് ആലപിക്കുന്ന പ്രാർത്ഥനകളാണെന്ന് നമുക്ക് കണ്ടു. 40 ബുക്കുകളായിട്ട്, അധ്യായങ്ങളിലായിട്ട് അതിനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ട ഒന്ന് വേദമാണ് അഥർവവേദം. ഈ വേദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത് നമുക്ക് പറയാൻ പറ്റില്ല, ഏറ്റവും അപ്രധാനമായിട്ട് ഈ അടുത്ത കാലം വരെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദമായിരുന്നു അഥർവവേദം. ഈ അഥർവേദം പക്ഷേ അതിനുശേഷം സ്ഥിതിഗതികളൊക്കെ മാറിമറിയുകയും വളരെ പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ പരാമർശമുണ്ട്. അതോടൊപ്പം തന്നെ കുഷ്ഠരോഗത്തിന്റെയും ക്ഷയരോഗത്തിന്റെയും ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ പരാമർശമുള്ള വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. അത് ഈ പൈശാചിക ശക്തികളെ കുറിച്ചും ആത്മാക്കളെ കുറിച്ചും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ആദ്യ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം ലഭിക്കാതെ പോയിരിക്കുന്നത്. അപ്പൊ 4 വേദസംഹിതകളെ കുറിച്ച് ഓർത്തിരിക്കുക. ഇനി വേദസംഹിതകൾക്ക് പുറമെ വേദ കാലഘട്ടത്തെ കുറിച്ച് അറിവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് വേദ കാലഘട്ടത്തെ കുറിച്ച് അറിവ് നൽകുന്ന വേദസംഹിതകളോടൊപ്പം തന്നെ വേദ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണെന്ന് പറയാം. കാര്യം വേദസംഹിതകൾ എന്ന് പറയുന്നത് വേദ കാലഘട്ടത്തിലെ പദ്യരൂപത്തിലുള്ള ഒന്നാണെങ്കിൽ അതിന്റെ ഗദ്യ രൂപത്തിലുള്ള ഒന്നാണ് ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പദ്യരൂപത്തിലുള്ള വേദ സംഹിതകള് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഉണ്ടല്ലോ, ഇത് പദ്യരൂപത്തിലാണ്. പക്ഷെ ഇത് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷകളിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആ പദ്യരൂപത്തിൽ നിന്ന് ഗദ്യരൂപത്തിലേക്ക് അതിനെ മാറ്റി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഗദ്യരൂപത്തിലുള്ള ഒന്നാണ് ബ്രാഹ്മണങ്ങൾ എന്ന് നമുക്ക് പറയപ്പെടാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ വേദങ്ങളുടെ പദ്യരൂപവും കഠിനമായ രൂപങ്ങളെയെല്ലാം മാറ്റി സാധാരണ ജനങ്ങൾക്ക് വളരെയധികം സൗകര്യമായ രീതിയിലേക്ക് മാറ്റിയ ഒന്നാണ്, അല്ലെങ്കിൽ വളരെ സുതാര്യമായിട്ടുള്ള സാധാരണപ്പെട്ടവർക്ക് കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു ഭാഗമാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യാഗങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയും അവ നടത്തേണ്ട രീതികളെ പറ്റിയും എല്ലാം ഈ ബ്രാഹ്മണങ്ങളിൽ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധമായി നിൽക്കുന്ന മറ്റ് ബ്രാഹ്മണങ്ങളുണ്ട്. ഈ ബ്രാഹ്മണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐതരേയ ബ്രാഹ്മണങ്ങൾ, പഞ്ചവിംശ ബ്രാഹ്മണങ്ങൾ, ശതവിംശ ബ്രാഹ്മണങ്ങൾ, കൗസത്യീയ ബ്രാഹ്മണങ്ങൾ എന്നൊക്കെ പറയുന്ന ബ്രാഹ്മണങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണമാണ് ഐതരേയ ബ്രാഹ്മണം എന്ന് പറയുന്നത്. ഈ ഐതരേയ ബ്രാഹ്മണത്തില് ആര്യ രാജാക്കന്മാരുടെ കിരീടധാരണങ്ങളെ പറ്റിയും അതോടൊപ്പം തന്നെ രാജഭരണത്തിന്റെ ആവിർഭാവങ്ങളെ പറ്റിയും അതോടൊപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹികപരമായ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണം എന്ന് പറയുന്നത് ഐതരേയ ബ്രാഹ്മണമാണ്. മഹിദാസ ഐതരേയ എന്ന് പറയുന്ന ആളാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ വേദകാല ജനതയുടെ മതപരവും തത്വചിന്താപരമായ ആശയങ്ങളാണ് അല്ലെങ്കിൽ ആചാര്യ മര്യാദകളാണ് അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സത്പഥ ബ്രാഹ്മണം എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് ഐതരേയ ബ്രാഹ്മണമുണ്ട്, കൗസത്യീയ ബ്രാഹ്മണമുണ്ട്, പഞ്ചവിംശ ബ്രാഹ്മണങ്ങളുണ്ട്, ശതവിംശ ബ്രാഹ്മണങ്ങളുണ്ട്, ജൈമിനീയ ബ്രാഹ്മണങ്ങളുണ്ട്, ഗോപത ബ്രാഹ്മണങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ബ്രാഹ്മണങ്ങളുടെ ഏറ്റവും ഉപസംഹാരങ്ങളാണ് അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങളുടെ തത്വശാസ്ത്രപരമായിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. വനത്തിൽ തപസ് അനുഷ്ഠിക്കുന്ന മുനിമാർക്ക് തത്വാധിഷ്ഠിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ബുക്കാണ് ഏതെന്നറിയപ്പെടുന്നത് ആരണ്യകങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരണ്യകങ്ങളെ ഫോറസ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ കാനന ഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആചാരങ്ങളിൽ നിന്ന് തത്വശാസ്ത്രങ്ങളിലേക്കുള്ള മാറ്റത്തെയാണ് നമ്മൾ ഈ ആരണ്യകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആരണ്യകങ്ങളെ നമുക്ക് പറയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരണ്യകങ്ങൾ എന്ന് പറയുന്നത് താലവാകൻ ആരണ്യകമുണ്ട്, ഐതരേയ ആരണ്യകമുണ്ട്, തൈത്തരീയ ആരണ്യകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആരണ്യകങ്ങളാണ്. അടുത്തതാണ് വേദാന്തങ്ങൾ. എന്താ വേദാന്തങ്ങള്? വേദാന്തങ്ങൾ എന്നറിയപ്പെടുന്ന ഉപനിഷത്തുകള് ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ആര്യന്മാരുടെ മതപരവും ആത്മീയവുമായ ഒരു ചിന്താധാര, വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ചിന്താധാരയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം സിറ്റിംഗ് ഡൗൺ നിയർ എന്നാണ്. അതായത് ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അരികിൽ ഇരിക്കുക അല്ലെങ്കിൽ സിറ്റിംഗ് ഡൗൺ നിയർ എന്നാണ്. ഗുരുവിന് സമീപം ഇരിക്കുന്ന ശിഷ്യന് തത്വചിന്ത പറഞ്ഞു കൊടുക്കുന്ന, പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ തത്വചിന്തകൾ പരാമർശിച്ചു കൊടുക്കുന്ന ഒരു രീതിനെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ബ്രഹ്മത്തെയും ആത്മാവിനെയും പരാമർശിക്കപ്പെടുന്ന തത്വശാസ്ത്ര, ഓർത്തിരിക്കണം, ബ്രഹ്മത്തെയും ആത്മാവിനെയും പരാമർശിക്കപ്പെടുന്ന തത്വശാസ്ത്ര കൃതികളാണ്, ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഏകദേശം പ്രധാനപ്പെട്ട 108 ഉപനിഷത്തുകളുണ്ട്. ആ ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണ് ഇസ ഉപനിഷത്ത്, പ്രശ്ന ഉപനിഷത്ത്, ഐതരേയ ഉപനിഷത്ത്, തൈത്തരീയ ഉപനിഷത്ത്, ഛന്ദോഗ്യോപനിഷത്ത്, കഥോപനിഷത്ത്, മണ്ഡൂപനിഷത്ത് എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതില് കർമ്മം, മോക്ഷം, മോക്ഷപ്രാപ്തി എന്നിവയെ പറ്റി വിശദമായി ഉപനിഷത്തുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രശസ്തമായ വാചകമായ സത്യമേവ ജയതേ എന്ന് പറയപ്പെടുന്ന വാചകം മണ്ഡൂകോപനിഷത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ആശ്രമ സംവിധാനങ്ങളെ പറ്റി ആദ്യത്തെ പരാമർശം അടങ്ങിയിരിക്കുന്നതും ഈ ഗ്രന്ഥങ്ങളിലാണ്. ഇനി വേദാംഗങ്ങൾ, വേദങ്ങളുടെ ലിംസ് അല്ലെങ്കിൽ പാദങ്ങൾ എന്നറിയപ്പെടുന്നതാണ് വേദാംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് വേദങ്ങളുടെ അനുബന്ധ കൃതികളാണ് വേദാംഗങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. വേദഗ്രന്ഥങ്ങള്, ആചാരങ്ങള്, യാഗങ്ങൾ എന്നിവയെല്ലാം ലളിതവൽക്കരിക്കാൻ, വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വേദാംഗങ്ങൾ. പ്രധാനമായും 6 വേദാംഗങ്ങളാണ് നിലവിലുള്ളത്. ശിക്ഷ വേദാംഗം, കൽപ്പവേദാംഗം, വ്യാകരണ വേദാംഗം, നിരുക്ത വേദാംഗം, ചതോ വേദാംഗം, ജ്യോതിഷ വേദാംഗം എന്നിവയാണ് പ്രധാനപ്പെട്ട വേദാംഗങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൽപ്പക വേദാംഗമാണ്. കൽപ്പവേദാംഗം കേട്ടോ, കൽപ്പവേദാംഗമാണ്. ആര്യന്മാരുടെ ആഭ്യന്തര ജീവിതത്തെ പറ്റി പ്രതിപാദിക്കുന്ന പ്രമുഖമായ ഗ്രന്ഥമാണ് ഇതെന്ന് പറയുന്നത്. ഇതിലെ ഗൃഹസൂത്ര, ആര്യന്മാരുടെ കാലഘട്ടത്തിൽ നിലവിൽ നിന്ന ആചാരങ്ങളായ സംസ്കാരങ്ങളെ പറ്റിയൊക്കെ വളരെ ഗ്രന്ഥം ഈ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇനി വേദാംഗങ്ങളുടെ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളുടെ അനുബന്ധ കൃതികളായ ഉപവേദങ്ങൾ. എന്താ ഉപവേദങ്ങൾ? ഈ വേദങ്ങൾക്ക് ചില ഉപവേദങ്ങളുണ്ട്. ഋഗ്വേദത്തിനാണെങ്കിലും സാമവേദത്തിനാണെങ്കിലും യജുർവേദത്തിനാണെങ്കിലും അഥർവവേദത്തിനാണെങ്കിലും ഇതിനെല്ലാം കുറച്ച് ഉപവേദങ്ങളുണ്ട്. അത് ഉപവേദങ്ങൾ മതനിരപേക്ഷ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വിവിധ മേഖലകളായി പ്രതിനിധാനം ചെയ്യുന്ന 4 ഉപവേദങ്ങളാണ്. ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം, ആരോഗ്യ ശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സാമവേദത്തിന്റെ ഉപവേദമാണ് ഗാന്ധർവവേദം, സംഗീതത്തെ, ഗന്ധർവൻ എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കപ്പെടാവുന്ന സംഗീതത്തെ പ്രതിനിധീകരിക്കുന്നു. അടുത്തത് യജുർവേദമാണ്, അതിന്റെ ഉപവേദമാണ് ധനുർവേദം, ആയുധവിദ്യ, ധനുർ, ആയുധവിദ്യയെ അത് പ്രതിനിധീകരിക്കുന്നു. അവസാനം അഥർവവേദത്തിന്റെ ഉപവേദമാണ് ശില്പവേദം, അതായത് വാസ്തുവിദ്യയെ പറയപ്പെടുന്നു. അപ്പൊ 4 വേദങ്ങൾക്ക് 4 ഉപവേദങ്ങളുണ്ട്. ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം, സാമവേദത്തിന്റെ ഉപവേദമാണ് ഗാന്ധർവവേദം, അതോടൊപ്പം തന്നെ യജുർവേദത്തിന്റെയാണ് ധനുർവേദം, അതോടൊപ്പം തന്നെ അവസാനത്തെ അഥർവവേദത്തിന്റെ ഉപവേദമാണ് ശില്പവേദം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപവേദങ്ങൾ. അപ്പോൾ വേദകാലഘട്ടത്തിലെ ആര്യന്മാരെ കുറിച്ച് അറിവ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം വേദസാഹിത്യമാണ്. ഈ വേദസാഹിത്യം എന്ന് പറയുന്നത് ആര്യന്മാരുടെ അറിവുകളുടെ ഒരു ക്രോഡീകരണമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിനെ അപൗരുഷേയങ്ങൾ അല്ലെങ്കിൽ അമാനുഷികമായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ശ്രുതി ഗ്രന്ഥങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേദസംഹിതകള്, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്ന് പറയുന്ന സംഹിതകള്. ആ ഓരോ സംഹിതകളിലും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യജുർവേദം,
1028 സൂക്തങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഗീതകങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് 10 മണ്ഡലങ്ങളുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. ദേവന്മാരെ പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ ആര്യന്മാരുടെ ചരിത്രത്തെ അനാവരണം ചെയ്തിരിക്കുന്ന ഒരു കൃതിയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ അകത്തുള്ള പുരുഷ സൂക്ത ഗീതിക, അതോടൊപ്പം തന്നെ ബാറ്റിൽ ഓഫ് 10 കിങ്സ്, ദശരാജ യുദ്ധം, അതോടൊപ്പം തന്നെ വളരെ ഗായത്രി മന്ത്രം, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമവേദം എന്ന് പറയുന്നത് മധുരോദാരമായ ഭാവഗീതങ്ങളുടെ ഒരു സംയോജനമാണ്. സാമവേദം നമ്മൾ കണ്ടു. സാമവേദം ആലപിക്കുന്ന മുനിമാരെ നമ്മൾ ഉദ്ഗോത്രി മുനിമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അത് കഴിച്ച യജുർവേദം നമ്മൾ കണ്ടു. യജ്ഞങ്ങളിൽ ആലപിക്കുന്ന പ്രാർത്ഥനകളും അതിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്ന 40 ബുക്കുകളിലായി അറിയപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ യജുർവേദം. അധവാര്യ മുനിമാരാണ് അത് ചൊല്ലുന്നതെന്ന് നമ്മൾ കണ്ടു. അവസാനത്തെ വേദമായിരിക്കുന്ന അഥർവവേദത്തെ ബ്രഹ്മവേദം എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. വളരെയധികം പ്രാധാന്യം ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതിന് വളരെയധികം പ്രാധാന്യം വരുന്നതും. അതോടൊപ്പം തന്നെ ഇതിന് ആത്മാവിനെ കുറിച്ചും പൈശാചികപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിരുന്നു, അല്ലെങ്കിൽ ഒരു വേദമായിരുന്നു അഥർവവേദം. പിന്നീട് അതിൽ മരുന്നുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. കുഷ്ഠരോഗം, ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചും മരുന്നുകളെ കുറിച്ചും ഒക്കെ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ 4 വേദസംഹിതകളെ കുറിച്ച് പരാമർശിച്ചു. അതിനുശേഷം വേദങ്ങളോടൊപ്പം തന്നെ നമുക്ക് വേദസംഹിതകളോടൊപ്പം തന്നെ അറിവ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണങ്ങള്. ഇത് ഗദ്യരൂപത്തിലുള്ളവയാണ്, വളരെ ബൃഹത്തായ ഗദ്യരൂപത്തിലുള്ളവയാണ്. അതിനുശേഷം അതിൽ നിന്നും തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ആരണ്യകങ്ങളെ നമ്മൾ കണ്ടു. അതിനുശേഷം ഉപനിഷത്തുകളെ കണ്ടു. എത്ര തരം ഉപനിഷത്ത്? 108 ഉപനിഷത്തുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഈസാ ഉപനിഷത്ത് പോലെയുള്ള ഉപനിഷത്തുകളെ നമ്മൾ കണ്ടു. അതിനുശേഷം വേദങ്ങളുടെ ലിംബുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വേദങ്ങളുടെ പാദങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന വേദാംഗങ്ങളെ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട വേദാംഗം കൽപ്പക വേദാംഗം എന്നാണ് നമ്മൾ കണ്ടു, കൽപ്പവേദാംഗമാണെന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് ഓരോ വേദത്തിനും ഉപവേദങ്ങൾ ഉണ്ടെന്ന് കണ്ടു. ഋഗ്വേദത്തിന്റെ ഉപവേദമായിരിക്കുന്ന ആയുർവേദത്തെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഗാന്ധർവ എന്ന് പറയുന്ന സാമവേദത്തിന്റെ ഉപവേദത്തെ കണ്ടു. അതിനുശേഷം നമ്മൾ ധനുർവേദത്തെ കണ്ടു, അല്ലെ? ധനുർവേദം എന്തിന്റെ ആയിരുന്നു? ധനുർവേദം എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഇതാണ്. അതിനുശേഷം നമ്മൾ അവസാനത്തെ ഇതായിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് നമ്മൾ കണ്ടത്? ശില്പവേദത്തെ നമ്മൾ കണ്ടു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദകാല സാഹിത്യത്തെ കുറിച്ച് നമുക്ക് പരാമർശിക്കാനുള്ളത്. അപ്പൊ വേദകാല സാഹിത്യത്തെ കുറിച്ചും വേദകാല സംഹിതകളെ കുറിച്ചും വേദകാല സാഹിത്യത്തെ കുറിച്ചും ചോദിച്ചാൽ ഇതാണ് നമ്മൾ പരാമർശിച്ച ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതും എഴുതേണ്ടതും.